ഹേ ഗുഡ് മോർണിംഗ് മച്ചാന്മാരെ, നിങ്ങളുടെ സ്വന്തം അസാർബേത്ത്. മച്ചാന്മാരെ, ഇന്ന് ഒരു വെറൈറ്റി ഒരു ദോസ്ത് ഉണ്ട് എൻ്റെ പുറം. വെറൈറ്റി ദോസ്ത് ഒന്നുമല്ല, എൻ്റെ പുറം പണ്ട് മുതലേ ഉള്ള ഒരു ചടി ദോസ്താണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ പുറാണ് ഇന്ന് ഫുൾ ജേർണി. ഒരു നല്ല നല്ല അടിപൊളി കിടക്കാച്ചി, ഒരു നല്ല നല്ല ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങൾ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, എന്തായിരുന്നു മച്ചാന്മാരെ, അപ്പൊ പറഞ്ഞ മാതിരി വരി, നമുക്ക് പോവാം. യൂട്യൂബാ ആരിത് 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 എന്ത് വിശേഷം? എന്ത് വിശേഷം? ഭയങ്കര മഞ്ഞനായിട്ട് തോന്നുന്നു. എന്താക്കില്ല, നിങ്ങളെ പറയല്ലോ വരുമ്പോ കുറച്ചെങ്കിലും പൗഡർ ഇടണ്ടേ? അല്ല എന്താ ഭയങ്കര ചുമക്കെ തൊപ്പിയിലിട്ടിട്ട് നോക്ക്, മഞ്ഞനായിട്ട് അളിയന്. അളിയന് രാവിലെ നിങ്ങൾക്ക് വേറെ ആരെ കിട്ടിയിട്ടില്ലേ? മച്ചാന്മാരെ, അവിടെ നോക്കൂ, ഞങ്ങൾ ചക്ക തിന്നുകയാണ്. ചക്ക 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 വേണോ? നമ്മളെ യാത്രക്ക് ഇടയിൽ കുറച്ച് ചക്ക. ഇത് ഇത്രയേ ഉള്ളൂ നോക്കണ്ട നിങ്ങള്. ഇത് കണ്ടമാനത, അപ്പുറം ഉണ്ട് കണ്ടമാനം. ഓക്കെ, അപ്പോൾ ചക്ക തിന്നുകയാണ്. ചക്ക വേണമെങ്കിൽ നമ്മൾ മച്ചൻ അങ്ങേ മൂത്രം ഒഴിക്കട്ടെ. സൂസ് പണിക്കിട്ട് இருக்க മച്ച. ഓക്കെ, വണ്ടികൾ വന്നിട്ടേ இருக்கு. ഹൈവേന്റെ സെന്ററിലാണ്. ഇത് ഒരു 4 ഉള്ളൂടാ. കുറച്ചു മാങ്ങ മച്ചാ. எப்படி இருக்கு மச்சா சக்கா? நல்லா இருக்கா? வேற லெவல். ചക്കക്കുരു അങ്ങനത്തെ ഉണ്ട്, ചെറുത്. ബഹുത്ത് ചോട്ടാ ഹൈ. तुझे देख देख सोना. ചക്ക നമ്മളോട് കണ്ടമാനം കിട്ടുന്നതും തിന്നുന്നതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ഒരു യാത്രക്കിടയിൽ ഒരു ടേസ്റ്റ് നോക്കാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വൈബിനും വേണ്ടിട്ട് കേട്ടാ. അടുത്ത ഓക്കെ ഓക്കെ അങ്ങനെ ഞാനും എൻ്റെ അളിയനും കൂടി മൈസൂരിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് വന്ന് അളിയൻ്റെ സ്ഥലത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്ത്, എനിക്ക് അങ്ങനെ ബ്ലോഗ് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വേറെന്തെല്ലോ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അളിയൻ്റെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ, പിന്നെ അവിടെ നിന്ന് ഞാൻ എൻ്റെ പണിസ്ഥലത്തോട്ട് പിന്നെ അങ്ങോട്ട് പോയി മച്ചാന്മാരെ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് മൊത്തം എൻ്റെ പണിസ്ഥലം, എൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെ മുമ്പിൽ വരാൻ പോകുന്നത് മച്ചാന്മാരെ. ഓക്കെ, ബൈ. നിൽക്കാണ്ട് മഴ പെയ്തുകൊണ്ട് അതിന്റെ ബാക്കി മഴ ഇപ്പോഴും കണ്ടിന്യൂ അടിച്ചുകൊണ്ടേ ഉണ്ട്, നിൽക്കുന്നതല്ല മഴ. അപ്പോൾ വേറെ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, മുമ്പോട്ട് മഴ എന്തൊരു മഴയാണെങ്കിൽ പോകുന്നില്ല, പെയ്തുകൊണ്ടേ ഇരിക്കുന്ന. രാവിലെ തുടങ്ങിയാലുള്ള മഴ വൈകുന്നേരമായാലും നിൽക്കുന്നില്ല. യാ റബ്ബേ, എന്തെന്നാ ചെയ്യാ മക്കളെ, എങ്ങനെ മഴ പെയ്താല് എന്തെന്നാ ചെയ്യാ? നമ്മളെ ചക്കനയുടെ മേലെ റൂമിൽ കിടക്കുന്നുണ്ട്. റൂമെല്ലാം ഒന്ന് പുറത്തൊന്ന് ഉണ്ടാക്കിട്ട് നോക്കിത്തരാം. പണിസ്ഥലത്തുണ്ട് പറഞ്ഞിട്ട് നേരെ ഓൻ്റെ റൂമിലോട്ട് നമുക്ക് കയറി പോയേക്കാം. അവൻ്റെ അവസ്ഥ എന്താ നമുക്കൊന്ന് നോക്കിയത്. ഓക്കെ, ഇല്ല നോക്കണ നിന്റെ കളകളെല്ലാം കട്ടിയല്ലേ ഇരുമ്പന്താ നിസ്കരിക്കോട്ടാ. ആ മുസ്ലിം നോക്കട്ടെ, നിസ്കരിക്കുന്ന മുസ്ലിം. സിക്സ് പാക്ക്
ദിസ് ഇസ് എ നമ്മളെ മച്ചാൻ സുബൈ ബായ് ഗോണിക്കുപ്പ കിങ് എന്നൊക്കെ പറയാം. എന്താ നമ്മളെ ഫ്രണ്ടാണ്, ദോസ്താണ്, നമ്മളെ ചഡ്ഡി എല്ലാം. ഇത് യൂട്യൂബിൽ മച്ചാ. യാ വാട്ട്സ് ഹാപ്പനിങ് ബ്രോ? ഫൈൻ റിയലി? യാ മീശത്തിരിക്കുന്ന നോക്കട്ടെ. ഭയങ്കര ആൾപുലിയാ. ആളെങ്ങനെ നോക്കണ്ട, ആ ആൾ കിങ്ങാണ്, നമ്മളെ ദോസ്താണ്. നമ്മള് ഗോണിപ്പത്തെ നമ്മളെ മെയിൻ ചങ്കാണിത്. ഓക്കെ, എന്തൊക്കെ വിശേഷങ്ങളാ? നല്ല മസിലുണ്ട്. മസിൽ ഇത്ര വണ്ണം വെച്ചത് ഇത്രേ ഉള്ളൂ. മസിൽ അവനാറ് ഇത്രേ കാണുന്നുള്ളൂ, പക്ഷെ മസിൽ തോലുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അങ്ങനെ ഞാൻ എന്റെ പണിസ്ഥലത്ത് നിന്ന് റിട്ടേൺ പോകുകയാണ്. റിട്ടേൺ പോയോണ്ട് നോക്കുമ്പോ എന്തെങ്കിലും കണ്ടങ്ങള് ഇല്ല, ഒന്നും കണ്ടിട്ടില്ലല്ലോ അല്ലെ? അപ്പൊ എന്തെങ്കിലും കാണിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് മച്ചന്മാരെ എല്ലാ 2 ഫ്രണ്ടുകളെ കണ്ടല്ലോ നിങ്ങള്. രണ്ടാളും 2 വെറൈറ്റി ആൾക്കാരാണ്, 2 ദോസ്തുകളാണ്, 2 ഫീൽഡിലുള്ള ആളാണ്. എന്റെ അതേ ഫീൽഡില് അവർ 2 ഫീൽഡാണ്. ഓക്കെ, വേറെ 2 നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് രണ്ടും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് 2 ആളും. ഓക്കെ, അപ്പോ എന്താണ് വേറെ വിശേഷം? മുമ്പോട്ട് പോകുകയാണ് മച്ചാന്മാരെ. ഉച്ചായി. ഇനി എന്റെ പിറക്ക് പോയിട്ട് എന്റെ ഭാര്യ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരെണ്ണം എവിടെയെല്ലാം പോകാനുണ്ട്. അത്ര സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ വീട്ടിലേക്കുള്ള കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മച്ചാന്മാരെ മുമ്പിലോട്ട് ഞാൻ ഒന്നും കൂടി വരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ വിശേഷം? നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാ? മഴ പോയി. മഴയില്ല, നേരത്തെ നല്ല മഴയായിരുന്നല്ലേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ നല്ല മഴയായിരുന്നില്ല. ഇപ്പൊ റിട്ടേൺ പോകുമ്പോ മഴയില്ല, മഴ ഫുള്ള് പോയി. ഇതാ മഴയില്ല മക്കളെ, ഫുള്ള് സാധാ നോർമൽ കാലാവസ്ഥ. ഇപ്പൊ ഇതാണ് ഒരേ ഒരു ദം മതി. പിന്നെ ഞാനൊരു സംഗതി പറഞ്ഞില്ലേ നിങ്ങളോട്, മഴ ഒരു 2 മഴ അടിക്കുമ്പത്തിന് നമ്മളെ മരം കുത്തുന്ന ഫീൽഡൊക്കെ നിർത്തുന്ന പറഞ്ഞ് ബായ് എടുത്തിട്ടില്ല. അപ്പത്തിന് അവരെന്താക്കി DC ഓർഡർ പാസ്സാക്കി. എന്തിന്? മരം കയറ്റല്, പിന്നെ വലിയ ലോഡ് വണ്ടികളൊന്നും പോകാൻ പാടില്ലാറിട്ട് അങ്ങനെ റൂൾസ് അങ്ങോട്ട് പാസ്സാക്കി. പക്ഷെ ഈ പ്രാവശ്യം ഒരു കാര്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം അതിന്റെ അപ്പുറത്തെ കൊല്ലല്ലോ വെറും മരം മാത്രം കൊണ്ടുപോകാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കല്ലും പിന്നെ ഇരുമ്പൊക്കെ ഇവർക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അതല്ല ഇതിൽ ഉൾപ്പെടുത്തിന്. ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിന്റെ മേലെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നിട്ട് റൂൾസ് പാസ്സാക്കിയിട്ടായി. അപ്പൊ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടും. എങ്ങനെ? പാവപ്പെട്ട അന്നന്ന് കൂലിക്ക്, ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കര അടങ്ങാറാന്ന് പറഞ്ഞാല് ഈ ഫീൽഡില് നമ്മളെ കൊടകിന്റെ ഉള്ളില് മരത്തിന്റെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഒരു 80% ആൾക്കാർ. ഈ മരത്തിന്റെ പണി നിൽക്കാൻ പോവുകയാണ്. ഈ DC ഓർഡർ ആയതുകൊണ്ട് നിർത്തണം അവര്. അപ്പൊ അതുകൊണ്ട് ഈ പാവപ്പെട്ട കണ്ടമാന ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. വലിയ ചീറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കൊരു പെർസെന്റ്, അതായത് ഒരു 18 ടണ്ണൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാം എന്നൊരു റൂൾസ് പാസ്സാക്കിയിരുന്നു. ഇപ്പം ജാസ്തി കൊണ്ടുപോകാൻ പാടില്ല, 18 ടണ്ണ് മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന്. പക്ഷെ അതും കൊണ്ടുപോകാൻ പാടില്ല. ഇവരിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ അതും കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കൂല. പോലീസുകാര് അവരുടേതായിട്ടുള്ള കുറച്ച് കളിയുണ്ട്. ഇനി കാണാൻ എങ്ങനെ അറിയാം? ഗേറ്റിൽ നിൽക്കും, വരുന്ന വണ്ടി പഠിക്കുക, പിന്നെ പോകുന്ന വണ്ടി പഠിക്കുക. കുറച്ച് 1 ടണ്ണ് പിക്കപ്പിലിട്ടിട്ട് പോകുന്ന കണ്ടാവല്ലോ പോലും പിടിച്ചിട്ട് പൈസ ഈടാക്കും. അങ്ങനത്തെ ഒരു മൃഗീയമായ ഒരു ആൾക്കാരാ പോലീസുകാർ ചില നേരത്തൊക്കെ. ഓക്കെ, എപ്പോഴല്ല, ചില നേരത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നല്ല മുതലാക്കുന്നത്, പാവങ്ങൾക്ക് ഭയങ്കര അടങ്ങാറാക്കുന്നത്. അതൊന്നും ചെയ്യാൻ പാടില്ല. അത് വളരെ തെറ്റാണ്. ഞാൻ പറയുന്നല്ല, എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയുള്ളത്. അപ്പോൾ ഒരുപാട് പാവങ്ങൾക്ക് പണിയൊന്നും ഉണ്ടാവില്ല. മരക്കൊത്തലൊക്കെ നിർത്തുമ്പോൾ കുറെ ആൾക്കാർ പോലീസുകാരെ പേടിച്ചിട്ട് പണിയെ എടുക്കൂല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് കണ്ടറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളെ കൊണ്ടൊന്നും ആകുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം മേലിരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, അവരെ തീരുമാനങ്ങളാണ് ഇതൊക്കെ. അവരവരെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഇപ്പൊ പോലീസുകാർക്കാണ് നല്ല ഉപകാരം. DC ഓർഡർ ആയാലും രാത്രി ആയാലും ഒരു വണ്ടിക്ക് ഇത്ര ഫൈൻ അടിച്ചിട്ട് അവര് രാത്രി വണ്ടിയും വിടും. അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ നടന്നുകൊണ്ടുള്ളത് മച്ചാന്മാരെ.
എന്താ വരുമ്പോൾ ഒച്ചപ്പടാക്കിട്ട് രണ്ടാളും എന്താ 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 വിഷയം രണ്ടാളും നോക്കുന്നുണ്ടോ? ഓക്കെ പ്രോബ്ലം ഓക്കെ അല്ലേ മച്ചാ? എന്റെ പൊന്നുസാളെ ഇപ്പൊ ടി വി ഓഫ് ആക്കട്ടെ? ഓഫ് ആക്കട്ടെ? ആര് വെൽക്കം? കൈ ബാഗൊരു കയ്യിലല്ല അങ്ങനെ വെച്ചോ. ടി വി അവർക്ക് അറിയൂ. അപ്പൊ എന്ത് മോനോ? ആ ഓനെ എന്തിനാ പറയുന്നത്? എല്ലാരും ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാന്നറിയില്ല ഓന് പറയുമോനോ? ആ സപ്പോർട്ട് സപ്പോർട്ട് ആക്കണേ എല്ലാരും. പറ 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 എല്ലാരും സപ്പോർട്ട് ആക്കണേ. യെസ് എപ്പോഴും ഇപ്പൊ ഇണ്ണിമാന്റെ അവിടെ പറയാ ഇല്ല. ഇന്ന് ഉപ്പാരെയും കൂട്ടിട്ട് ഒരു സ്ഥലം ബാഗ് റെഡി ആയിട്ടാണ്. ഇണ്ണിമ എന്നുള്ളത് എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മാനെ പറയുന്നത് ഇണ്ണിമാന്ന്. ഇണ്ണിമാന്റെ കുട്ടീന്ന്. എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോസ്? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മച്ചമാരെ. ഓക്കെ പറഞ്ഞാൽ മതി. അപ്പൊ ബൈ. ഭയങ്കര മഴ അടിച്ചോണ്ട് പുറത്ത് മിന്നലോ മഴയോ മഴ, ഇടി മാത്രം ഇല്ലാന്നേ ഉള്ളൂ. അപ്പൊ മഴത്ത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പുറത്തിറങ്ങേണ്ട ജാസ്തി മഴ ഉണ്ടെങ്കിൽ കെയർഫുൾ ആയി നിൽക്കുക. ഓക്കെ അപ്പൊ പറഞ്ഞാൽ മതി. ബൈ.